ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെയോ എൻ്റെയോ മാത്രം വിഷയമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഒരു അവാർഡിന് അയച്ച ഒരു സിനിമ എനിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലൊരു പരാതിയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറമായിട്ടുള്ള ചില വിഷമതകൾ ഉള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, എന്നെക്കാട്ടും കൂടുതൽ അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളൊക്കെ. അപ്പോൾ അത് സമൂഹം സംസാരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൃഥ്വിരാജിനെങ്കിലും ഇങ്ങനെ ഒരു വലിയ എഫേർട്ടിനുള്ള അംഗീകാരം കിട്ടുമെന്ന് ലഭിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഇതിൻ്റെ ഭാഗമായി തടയപ്പെടുന്നതിന് ഭാഗമായിട്ടുണ്ടാവും? അല്ല, നമ്മളൊരു സിനിമ ചെയ്യുകയും അത് നാഷണൽ അവാർഡിന് അല്ലെങ്കിൽ അത് മറ്റ് പ്രത്യേകിച്ച് ഇത്രയധികം അപ്രീസിയേഷൻ സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്നൊരു സിനിമ അയക്കുന്നത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ഇത് എല്ലാ കാറ്റഗറിയിലും നമുക്ക് ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഏതാണ്ട് ഇവിടുന്ന് ഒരു 14ഓളം നോമിനേഷൻസ് ആ രീതിയിൽ പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രതീക്ഷയോടുകൂടി തന്നെയാണല്ലോ നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. പക്ഷെ മനഃപൂർവ്വമായി തഴഞ്ഞു എന്നൊരു ഫീലിംഗ് ആണോ ഉള്ളത്? അല്ല, അങ്ങനെയൊന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. ഞാനെങ്ങനെ പറയുക അതിനെക്കുറിച്ച്? എനിക്കൊരു ഫിലിം ചെയ്യാൻ മാത്രമല്ലേ അറിയുള്ളൂ. അതിൻ്റെ അകത്തെ മനഃപൂർവ്വതയോ അതിൻ്റെ അകത്തെ പൊളിറ്റിക്സോ അതിൻ്റെ ഗുണനിലവാരം. പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ എവിടെയോ വായിച്ചാണ് ഈ സിനിമയ്ക്ക് സാങ്കേതികമായി ഉള്ള പിഴവ് കാരണമാണ് പല അവാർഡുകളും ലഭിക്കാതെ പോയതെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആൾ ഞാൻ ഓസ്കാറിൻ്റെ ക്യാമ്പയിനിങ്ങുമായിട്ട് ബോംബെ ചെന്നപ്പം ചെയർമാൻ എന്നെ ഫോണിൽ വിളിച്ച് അത് ലോറൻസ് ഓഫ് അറേബ്യയ്ക്ക് ശേഷം ഇത്രയധികം മനോഹരമായി ഷൂട്ട് ചെയ്തിട്ടുള്ള ഡെസർട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ കണ്ടിട്ടില്ല, അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞാണ്. പക്ഷേ എനിക്കത് സാധിച്ചില്ല. അന്ന് തന്നെ ഞാൻ ബോംബെയിൽ നിന്ന് മടങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരാൾ പെട്ടെന്നൊരു ചെയർമാനായപ്പോൾ എങ്ങനെയാണ് മാറി പറഞ്ഞതെന്നുള്ളത് എനിക്കറിയത്തില്ല. ചിലപ്പം വീണ്ടും കണ്ടപ്പം ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കാണും അന്ന് പറഞ്ഞത് തെറ്റായിരിക്കും. അങ്ങനെ അതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ.